എല്ലാവരും ഇന്നും നമ്മൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് സൂപ്പർ ഡൂപ്പർ സമോസ കടയിൽ ഇതും അതിന് വഴി പാർക്കിലും പോകും. നമുക്ക് പോയാലോ? അങ്ങനെ ദേഹാനി പറഞ്ഞ പാർക്കിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ പോകുന്നത് റെയ്ന പാർക്കിലേക്കാണ്. ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ കുറച്ചടുത്ത് തന്നെ ആയിട്ടാണ്, ഒരു 2 കിലോമീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ മാക്സിമം. അവിടെ ആണ് ഇന്നിപ്പോൾ ഞങ്ങൾ ഹനിനെയും കൊണ്ട് വന്നിരിക്കുന്നത് കളിക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു വലിയ പാർക്കാണ്. കുറേ ദൂരത്തിൽ വാക്ക് വേയും കളിക്കാൻ കുറേ സാധനങ്ങളും പിന്നെ 2 ഓപ്പൺ ജിമ്മൊക്കെ ആയിട്ട് വളരെ വലിയൊരു പാർക്കാണ്. അതിൻ്റെ മുമ്പിൽ നല്ല വിശാലമായ പാർക്കിംഗ് സ്പേസും ഉണ്ട്. നമുക്ക് പോയി കളിക്കാം. അതിൽ കൂടെ നടക്ക്. യെസ്. അങ്ങനെ ഞങ്ങളത് പാർക്കിൻ്റെ അകത്ത് കയറി. ഇവിടെ ഒരു ശിലാഫലകം വെച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് പാർക്ക് അറിയപ്പെടുന്നത്. അപ്പോൾ ഹനിത കളിക്കാനായിട്ട് പോയിട്ടുണ്ട്. നമ്മൾ കയറി വരുന്ന വഴിക്ക് നേരെ ഒരു വാക്ക് വേ ആണ്. ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ ആ വാക്ക് വേ ഉണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ കൂടുതലായിട്ട് ഈവനിങ് വാക്കിനൊക്കെ വരുന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെ റൈറ്റ് സൈഡിലാണ് ഇപ്പോൾ കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലും ഇതേപോലെ കുറച്ച് പാർക്ക്, അതായത് കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. കണ്ടത് വലിയ ഏരിയയാണ്, വലിയ വിസ്തൃതിയിലിരിക്കുന്ന ഒരു പാർക്കാണ്. അംബാലയിലത്തെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് പാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും വലുതാണ്. ഇപ്പോൾ ഹനി കയറുന്ന സാധനത്തിന് മുകളിൽ കയറാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷെ അവിടെ 2 പിള്ളേരുണ്ടായിരുന്ന കാരണം അപ്പോൾ കയറാൻ പറ്റില്ല. ഇനി സ്ലൈഡിൽ കളിച്ചിട്ട് പിന്നെ അതിനകത്ത് കയറാമെന്നാണ് പറയുന്നത്. ഹനി വാ. അതിനകത്ത് കയറണോ? മിടുക്കി. വാ, നമുക്കിനി അവിടെ ആ ഓപ്പൺ ജിമ്മിൻ്റെ അവിടെ പോയിട്ട് ആ മറ്റേതിലും പോവാം. വാ. ഈ പാർക്കിൽ നിറയെ കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മരങ്ങളുണ്ട്. ഇപ്പോൾ കൊന്ന മരം കുറച്ച് കൂടുതലായിട്ടുണ്ട്. ജൂലൈയിലൊക്കെയാണ് ഇവിടെ കൊന്ന പൂക്കുന്ന സീസൺ. ആ സമയത്ത് വന്ന് നല്ല ഭംഗിയാണ്. ഇവിടെ ഇതേപോലെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് കുറേ ബെഞ്ചസൊക്കെ ഉണ്ട്. അപ്പോൾ ആൾക്കാർ നടന്നും എക്സസൈസൊക്കെ ചെയ്ത് വന്നിട്ട് അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറയും. അങ്ങനെ ഒരു ലിഷർ ടൈമിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് വളരെ നല്ല ഒരു ഓപ്ഷനാണ് ഈ റെയ്ന പാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ടൈമിംഗ് ഉണ്ട്. വിൻ്ററിൽ 6 മണി വരെയും സമ്മറിൽ 6:30 എന്ന് പറയുന്നത്, പക്ഷേ 7 o'clock വരെയൊക്കെ ഇവർ അലോ ചെയ്യുന്നുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് വേ. ഇത് ഈ പാർക്കിന് ചുറ്റുമായിട്ട് ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ്. ഇവിടുന്ന് കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഒരു ഓപ്പൺ ജിമ്മുണ്ട്. അപ്പോൾ അവിടത്തേക്കാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത്. ഹനി കുറച്ച് സമയം അവിടെയുള്ള മെഷീൻസിലൊക്കെ കളിച്ചു. അതിനുശേഷം വാക്ക് വേയുടെ ഇടത് ഭാഗത്തായിട്ട് ഒരു വലിയ വിശാലമായ ഗ്രൗണ്ടും പിന്നെ അവിടെ ഒരു പഴയ മോഡൽ ട്രെയിനിൻ്റെ എൻജിനും ഒരു കോച്ചും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രൗണ്ടിൽ കുട്ടികൾ ഫുട്ബോളും ക്രിക്കറ്റും ഷട്ടിൽ ബാഡ്മിൻ്റനൊക്കെ കളിക്കുന്നുണ്ട്. പിന്നെ അവിടെ ഒരു താറാവുണ്ട്, പക്ഷേ അതിനകത്ത് 2 എണ്ണം
കൂടി നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ 2 പൊട്ടിപ്പോയി, ഇനി 2 ഉള്ളൂ. പിന്നെ കുറച്ച് സമയം അതിനകത്ത് ഇരുന്നിട്ട് കറങ്ങാനൊക്കെ ട്രൈ ചെയ്തു, പക്ഷേ എൻ്റെ കറങ്ങുന്ന മെക്കാനിക്സൊക്കെ ചീത്തയായിന്നാ തോന്നുന്നു, അതൊന്നും കറങ്ങുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് കുറച്ച് സമയം അതിനകത്ത് കയറി ഇരുന്ന് കളിച്ചിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണേ. അപ്പോൾ ഇവിടെ ഈ പാർക്കിൻ്റെ അകത്ത് തന്നെയായിട്ട് ഒരു ഹെർബൽ ഗാർഡൻ ഉണ്ട്. അപ്പോൾ അവിടെ കുറേ ഔഷധ ചെടികളും മരങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് എല്ലാം കുറച്ചിങ്ങനെ ശോഷിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സ്പ്രിങ് വരുമ്പോഴത്തേക്കും നന്നായിട്ട് തളിർക്കും. ഇപ്പോൾ കുറേ കൊന്നയും ചെറുനാരങ്ങയും പിന്നെ വേറെ കുറേ ഔഷധ ചെടികളൊക്കെ ഇവർ ഈ ഏരിയയിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അല്ല ഇപ്പോൾ കറണ്ട് കുഞ്ഞ് ഇരുട്ടായില്ലേ? ഇരുട്ടായി ഞാൻ നമുക്കിനൊരു സമ്മർ ആകുമ്പോൾ ഇത്തിരി നേരത്തെ വരാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പാർക്കിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കുറച്ചും കൂടി പ്ലേ ഏരിയയും കൂടി ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഈ ഹെർബൽ ഗാർഡൻ്റെ അകത്ത് കൂടി നടന്നിട്ട് വന്ന് എത്തിച്ചേരുന്നത് ഈ പ്ലേ ഏരിയയിലാണേ. പിന്നെ കുറച്ച് സമയം അവിടെയും കൂടി കളിച്ചു. ഇപ്പോൾ ആ സമയം ഏതാണ്ട് 6:30 കഴിഞ്ഞു. അപ്പോഴത്തേക്കും അവർ പാർക്ക് അടക്കാനുള്ള സമയമായിട്ടുണ്ട്. അത് കാരണം ഞങ്ങൾ വേഗം കുറച്ച് സമയം അവിടെ നിന്ന് ഇത്തിരി കളിച്ചിട്ട് തിരിച്ച് പോവാണേ. കയറി വേഗം. നമ്മളങ്ങനെ പാർക്കിലൊക്കെ കറങ്ങി മുറുങ്ങി കഴിഞ്ഞു. ഇനി നമ്മൾക്ക് സമയത്ത് കഴിക്കാൻ പോയാലോ? തിരിച്ച് ഞങ്ങൾ പാർക്കിന് വെളിയിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് അവിടെ ഒരു വലിയ അരയാൽ നിൽപ്പുണ്ട്. അപ്പം അതിൻ്റെ വേരുകളൊക്കെ ഇങ്ങനെ താഴോട്ട് തൂങ്ങിക്കിടക്കുന്ന പാകത്തിന് അത്രയും പഴക്കമുള്ള വലിയ ആലാണേ. അപ്പോൾ അതിന് കുറച്ച് സമയം അതിനകത്ത് അതിൻ്റെ വേരിലൊക്കെ തൂങ്ങി കളിക്കുകയാണ്. എല്ലാ പ്രാവശ്യം വരുമ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ കുറച്ച് സമയം അതിനകത്തൊക്കെ കളിച്ചിട്ട് കണ്ടില്ലേ വേരൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത്. ഇതിൻ്റെ ഇത്തിരി മുമ്പോട്ട് പോകുമ്പോൾ പിന്നെ ഒരു ഓപ്പൺ ജിമ്മും കൂടിയുണ്ട്. അപ്പം അത് ഓപ്പൺ ജിം എന്ന് പറഞ്ഞാൽ എനിക്ക് ആക്ച്വലി കളിക്കാനുള്ള സ്ഥലമാണ്, അവൾക്ക് എക്സസൈസ് എന്നുള്ള പർപ്പസ് ഇല്ലല്ലോ. അപ്പം അതിനകത്തും കൂടി കളിച്ചിട്ട് വരാമെന്നും പറഞ്ഞിട്ട് ഇതേ ആ ഓപ്പൺ ജിമ്മിലേക്ക് ഓടിപ്പോവാണ്. ഇനി ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വലിയ പേരാലൊന്നും നിൽപ്പുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിറയെ മരങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഈവനിങ് വാക്കിനൊക്കെ പറ്റിയ ഒരു നല്ല ആംബിയൻസാണ് ഈ റെയ്ന പാർക്കിലുള്ളത്. നമുക്ക് ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ട് തോന്നുന്ന ഒരു സ്ഥലമാണിത്. വീണു പോകും കണ്ണ. അപ്പൊ ഇവിടെ അല്ല അവിടെ. അങ്ങനെ ഞങ്ങൾ ഗേറ്റിന് വെളിയിൽ ഇറങ്ങി മൂന്നിന് വെയിറ്റ് ചെയ്യണം. മൂന്നകത്ത് ഒരു ഫ്രണ്ടിനെ കണ്ടിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതുവരെ ഹനി അവിടെ കിട്ടിയ ഒരു ഇലയെ എടുത്തിട്ട് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളത് ഇവിടുന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.